കോഴിക്കോട് ഈ മലയോര മേഖലകളിലൊക്കെ കനത്ത മഴയാണ്. ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരുതോങ്കര പഞ്ചായത്തിലെ തൃക്കന്തോട് ഉരുൾപൊട്ടിയതായ ഒരു സംശയമുണ്ട്. 16 കുടുംബങ്ങളിലെ 49 പേരെ 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലാക്കി മാറ്റി. കുറ്റ്യാടി ചുരത്തിൽ മണ്ണിടിഞ്ഞതോടെ ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ദിലിഷയാണ് വിവരങ്ങളുമായി ചേരുന്നത്. നമുക്കൊപ്പം ദിലിഷ, ഗുഡ് മോർണിംഗ്. കോഴിക്കോട്ടെ സംബന്ധിച്ച് കുറച്ച് ആശങ്ക കൂടുതലുണ്ട്. കാരണം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിനപ്പുറം ചിലയിടങ്ങളിലേക്ക് ഉരുൾപൊട്ടിയതായുള്ള സംശയങ്ങളടക്കം വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മൊത്തത്തിൽ ജില്ലയിലെ ഒരു മഴ സാഹചര്യം? മഴയുണ്ടോ ഇപ്പോൾ ആ ഭാഗത്തൊക്കെ? ഗുഡ് മോർണിംഗ് സേതു. സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ നേരിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ ഏകദേശം ഉച്ചയോടുകൂടി തുടങ്ങിയ മഴയാണ്. ഇന്നലെ അർദ്ധരാത്രി വരെ വലിയ രീതിയിലുള്ള, പുലർച്ചെ വരെ വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. നഗരപ്രദേശങ്ങളിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലടക്കം രാവിലെ മുതൽ മഴയില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഈ കോഴിക്കോട് ജില്ലയിലെ റെഡ് അലേർട്ടാണ്. ഈ ജില്ലയിലെ ഉടനീളം ഇന്നലെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നലെ രാത്രിയിലാണ് ഈ മരുതോങ്കര പഞ്ചായത്തിന് അടുത്തായിട്ടുള്ള മലമേഖലകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായിട്ടൊരു സംശയം അവിടുത്തെ പ്രദേശവാസികൾ അറിയിച്ചത്. അതായത് ജനവാസ മേഖലയല്ല, എന്നാൽ പോലും ഇവിടെ നിന്ന് 49ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിയതായിട്ടാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഈ മരുതോങ്കര പഞ്ചായത്തിൽ അതുപോലെ തന്നെ കോഴിക്കോട് ചെമ്പനോടയിൽ നിന്ന് 13 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മരുതോങ്കര പശുക്കടവ് മേഖലകളിൽ നിന്നും 13 കുടുംബങ്ങളെ നിലവിൽ മലവെള്ളപ്പാച്ചിലും വെള്ളം ഉയർന്നതിനെ തുടർന്നൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പെരുവണ്ണാമൂഴി ചെമ്പനോട പാലത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. കടന്തറ പുഴയിലെ മലവെള്ളപ്പാച്ചിലുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. പുല്ലുവ പുഴയിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിലങ്ങാട് പാലത്തിലൊക്കെ തന്നെ ഇന്നലെ ഏകദേശം ഉച്ചയോടുകൂടി വെള്ളം കയറിയതാണ്. ഇവിടെ നിന്നും ജനങ്ങളെ അടിയന്തരമായിട്ട് മാറ്റി പാർപ്പിക്കാൻ ഇന്നലെ തന്നെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കോഴിക്കോട് മലയോര മേഖലകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചെറിയ മഴ പെയ്താൽ പോലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. ഈ വെള്ളക്കെട്ടുണ്ടാകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അപകടമോ മറ്റ് ആളപായമോ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. നഗരപ്രദേശങ്ങളിലേക്ക് വന്നാൽ റോഡുകളിലെല്ലാം തന്നെ വെള്ളത്തിലടിയിലാകുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായതിനാൽ മറ്റ് അപായങ്ങളോ മറ്റ് മഴക്കെടുതികളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ മഴ ഇല്ല എന്ന് തന്നെയാണ് വടക്കൻ കേരളത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ശരി ദിൽഷ, കാരണം മഴ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചെറിയ ആശ്വാസം. കാരണം ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും നമ്മുടെ ഈ പ്രളയവും കാര്യങ്ങളൊക്കെ വന്നതിനൊക്കെ ശേഷം, പ്രളയവും ഉരുൾപൊട്ടലും ആ സംഭവമൊക്കെ നമ്മൾ അതിജീവിച്ചതിന് ശേഷം ഈ വടക്കൻ ജില്ലകളിലൊക്കെ മഴ വരുന്നു, നല്ല മഴ വരുന്നു, അവിടെ മഴ മുന്നറിയിപ്പ് വരുന്നു, അവിടെ നദികളിൽ ജലനിരപ്പ് ഉയരുന്നു, ചില സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടിയതായി സംശയം വരുന്നു. ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു നെഞ്ചിടിപ്പ്, ഒരു ആശങ്കയൊക്കെ അല്ലേ? അപ്പോൾ അവിടെ മഴയൊക്കെ ഒന്ന് മാറി തെളിഞ്ഞ കാലാവസ്ഥയായെന്ന് ദിൽഷ പറയുമ്പോൾ തന്നെ ഒരു ആശ്വാസം.